59 ചൈനീസ് ആപ്പുകളാണ് നമ്മൾ ഇന്ത്യയിൽ ഇന്ന് നിരോധിച്ചിരിക്കുന്നത്. നിരോധിച്ചൊന്നും ഒരു പ്രശ്നമല്ല, നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്യാതെ യൂസ് ചെയ്യും എന്ന് വിചാരിച്ച് നടക്കുന്ന ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെവർക്ക് കിട്ടാൻ പോകുന്ന പണിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും റൈഡ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് ശ്യാം. ചൈനയുടെ 59 ആപ്ലിക്കേഷൻസാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ദൈനംദിനമായിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ടിക്ടോക്ക്, എക്സെൻഡർ, ഷെയർ ചാറ്റ്, ഹലോ, അങ്ങനെ നിരവധി ആപ്പുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, അതില്ലാതെ പലർക്കും ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലരും ടിക്ടോക്ക് അഡിക്റ്റഡ് ആണ്. നിങ്ങൾക്ക് പല വീഡിയോസും കാണുന്ന ആളാണ്. ഇനിയിപ്പോൾ അതൊന്നും കാണാൻ പറ്റത്തില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സോ നമ്മൾ ആ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാതെ ഒത്തിരി പേര് ഇപ്പോഴും മൊബൈൽ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാവത്തില്ല, ഇനി പുതിയ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടത്തില്ല, അങ്ങനത്തെ ഓരോ ചിന്താഗതികളായിട്ടാവും അവർ അൺഇൻസ്റ്റാൾ ചെയ്യാതെ ഫോണിൽ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ടിക്ടോക്ക് തന്നെ എടുക്കാം. നിങ്ങൾക്കറിയാം, ടിക്ടോക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒത്തിരി പേരുടെ ക്രിയേറ്റിവിറ്റിയാണ് ടിക്ടോക്ക് മുഖേന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും ഭയങ്കര മടുപ്പായിരിക്കും ടിക്ടോക്ക് പോവുകയാണെന്ന് കേൾക്കുമ്പോൾ. ഒത്തിരി പേര് സങ്കടവും കരച്ചിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവർ അവരുടെ ക്രിയേറ്റിവിറ്റി ടിക്ടോക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. ടിക്ടോക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാതെ വീഡിയോസ് എല്ലാം നഷ്ടമാവും എന്നുള്ള പേടി കൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യാതെ എല്ലാം അതുപോലെ തന്നെ ഫോണിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടിക്ടോക്കിൻ്റേതായിട്ട് തന്നെയുള്ള ക്യാമറയിലായിരിക്കും പലരും അവരുടെ ക്രിയേറ്റിവിറ്റി ഷൂട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവർ പലരും അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല. സാധാരണ നമ്മൾ ഫോണിൻ്റെ ക്യാമറയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോണിൻ്റെ സ്റ്റോറേജിൽ നോക്കിയാൽ നമുക്ക് ആ വീഡിയോ കിട്ടുമായിരിക്കും. പക്ഷേ ടിക്ടോക്ക് അങ്ങനെയല്ല. സ്വന്തം ആപ്ലിക്കേഷൻ്റെ ക്യാമറയിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോറേജിൽ അത് കിടക്കത്തുള്ളൂ, ബാക്കപ്പ് ഒന്നും കിട്ടത്തുണ്ടാവില്ല. പലരും ബാക്കപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, എടുത്ത് വയ്ക്കാൻ മറന്നു കാണും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ബാൻ ചെയ്യുന്നതോടെ അതെല്ലാം പോവും. അപ്പോൾ ടിക്ടോക്ക് തുറന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വീഡിയോസ് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ പലരും അത് പോവും, അവരുടെ ക്രിയേറ്റിവിറ്റി നഷ്ടമാവും, അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവർ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാതെ ഫോണിൽ അതേമാതിരി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മുഖേന നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നത്തെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഉണ്ടെന്ന് പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യാൻ, പൂർണ്ണമായിട്ടും ബാൻ ചെയ്ത ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പുറകെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സൈബർ ത്രെറ്റനിങ്സും സൈബർ അറ്റാക്സും ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും, അതായത് ലീഗലായിട്ടുള്ള ഒരു സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഉണ്ടാകത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇത് ബാൻ ചെയ്തു എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമ്മൾ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് അതിനെ മറികടന്ന് എല്ലാവരും അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇതുപോലത്തെ പ്രശ്നം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ലീഗലായിട്ട് ഒരു സപ്പോർട്ടും നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്ന്. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ബാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ബാനായിട്ട് കണക്കാക്കി നമ്മൾ ആപ്ലിക്കേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അത് യൂസ് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സൈബർ അറ്റാക്ക് നമുക്ക് സംഭവിച്ചു വന്നിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗവൺമെൻറ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, നമ്മൾ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര തെറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ അറ്റാക്സൊക്കെ വരുന്നതിനൊക്കെ നല്ലത് നമ്മൾ ഗവൺമെൻറ് ബാൻ ചെയ്ത 59 ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യുക എന്നത് തന്നെയാണ്. നമ്മൾ ആപ്ലിക്കേഷൻ മുഖേന ഇതുപോലെ വല്ല സൈബർ അറ്റാക്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമെന്ന്. അത് പൂർണ്ണമായും തെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗവൺമെൻറ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ. അത് ഉൾക്കൊണ്ടിട്ട് നമ്മളാണ് ഇത് വരാതെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വരാതെ സൂക്ഷിക്കായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് തരുന്ന അവയർനെസ് അനുസരിച്ച് നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് മാക്സിമം ഒഴിവാക്കുക. അതായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ ചാടിക്കയറി ഒറ്റയടിക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാന്നല്ല. അങ്ങനെയാണ് പലരും ചെയ്യാറ്. ഒറ്റയടിക്ക് അൺഇൻസ്റ്റാൾ ചെയ്താൽ എല്ലാം പോയി എന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ സ്റ്റോറേജിൽ, അതായത് മൈ ഫയൽസിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫോൾഡറിൽ ആഡായി കിടക്കും. ആ ആഡായ ഫോൾഡറിലോട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിലോട്ട് സ്റ്റോറായി പോകുന്നത്. ആ സ്റ്റോറായി പോകുന്ന കാര്യങ്ങൾ ആ ഫയലിൽ ഓപ്പൺ ആക്കി നമുക്ക് കാണാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഫോൾഡേഴ്സ് നമ്മളൊന്ന് തപ്പുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി എല്ലാം അതിൽ സ്റ്റോറായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ കിടക്കുന്ന നമ്മുടെ കണ്ടൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം, ആ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതാണ് ശരിയായ മാർഗ്ഗം.
അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അത് കൂടാതെ വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് സെറ്റിങ്സിൽ പോയിട്ട് ആപ്ലിക്കേഷനിൽ നമ്മുടെ ഏത് ആപ്ലിക്കേഷനാണോ കളയേണ്ട ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഡാറ്റ യൂസേജ് ശ്രദ്ധിച്ചാൽ മതി. അത്രയും സ്പേസ് അതിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ഫുൾ ഡാറ്റാസും അതിലാണ് സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡാറ്റ എറൈസ് ചെയ്ത് കളയാം. ക്ലിയർ ഡാറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസിലെ ഡാറ്റ മുഴുവൻ ക്ലിയർ ആയി പോകും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫയൽ മാനേജറിൽ പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫോൾഡർ ഓപ്പൺ ആക്കി അതിൻ്റെ ഡാറ്റാസ് റിമൂവ് ചെയ്ത് കളയുന്നതും അതുപോലെ തന്നെയാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞത് മുഖേന പലരും അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയാം. എല്ലാവരും ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്തിട്ട് നേരിട്ട് അൺഇൻസ്റ്റാളിൻ്റെ ഐക്കണിൽ കൊണ്ടുപോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാറാണ് പലരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ മുഴുവനായിട്ട് അത് ഡിലീറ്റ് ആയി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഫോൾഡറിലേക്ക് ആ സപ്പോർട്ടിംഗ് ഫയലുകളിലേക്ക് മാൽവെയറോ ത്രെട്ടനിങ്ങോ അതിൻ്റെ ഡെവലപ്പേഴ്സിന് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. സോ അതുപോലെ ത്രെട്ടനിങ്സും അതുപോലെ അറ്റാക്സും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഇത് ശ്രദ്ധിക്കുക. ഇന്ത്യ നിരോധിച്ച 59 ആപ്ലിക്കേഷൻസ്, അതായത് ഇന്ത്യ ബാൻ ചെയ്ത 59 ആപ്ലിക്കേഷൻ നമ്മൾ അതുപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കുക. അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ചെയ്തിടുക. ആൻഡ് ഇത് വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുന്നവർ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ശ്യാം.